എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായ സങ്കടഹര ചതുർത്ഥിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹിന്ദുമതം അനുസരിച്ച് എല്ലാ ചാന്ദ്രമാസത്തിലും 2 ചതുർത്ഥി തിഥികൾ വരുന്നു. പൗർണമി അല്ലെങ്കിൽ പൂർണിമയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ചതുർത്ഥി കൃഷ്ണപക്ഷത്തിലെ സങ്കടഹര ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷം 2025 മെയ് 16 വെള്ളിയാഴ്ചയാണ് സങ്കടഹര ചതുർത്ഥി വരുന്നത്. സങ്കടഹരയുടെ അർത്ഥം ദുഃഖമില്ലാതാക്കുന്ന എന്നതാണ്. സങ്കടഹര ചതുർത്ഥി പ്രത്യേകിച്ചും പ്രശ്നങ്ങളില്ലാതാക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തെ സങ്കഷ്ടി ചതുർത്ഥി എന്നും പറയുന്നു. അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദൈവമായ ഗണപതി ഭഗവാനെ തടസ്സങ്ങൾ നീക്കുന്നവനായും വിജയത്തിൻ്റെ തുടക്കക്കാരനായും കണക്കാക്കുന്നു. സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏത്തമിടുന്നതും ഗണപതിക്ക് നാളികേരമുടയ്ക്കുന്നതും കറുകമാല ചാർത്തുന്നതും വിശേഷമാണ്. ഗണപതി ഭഗവാന് കറുകയും മുക്കൂറ്റിയും സമർപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും മോദകം നിവേദിക്കുന്നതും ഉത്തമമാണ്. സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും കഴിയുന്നത്ര ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമാണ്. വിഘ്നേശ്വരനായ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. സങ്കടഹര ചതുർത്ഥി ആരാധനയിൽ പ്രധാനമായും തേങ്ങയുടയ്ക്കുന്ന ചടങ്ങ് ഉൾപ്പെടുന്നു. സൃഷ്ടിക്കൽ, സംരക്ഷിക്കൽ, നശിപ്പിക്കൽ എന്നീ 3 അടിസ്ഥാന പ്രവർത്തനങ്ങളെ പ്രതീകപ്പെടുത്തുന്ന 3 കണ്ണുകൾ ഭഗവാൻ ശിവനുള്ളതുപോലെ ഏതൊരു തടസ്സത്തിൻ്റെയും അടിസ്ഥാനമായ അഹങ്കാരം, മായ, കർമ്മം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 3 കണ്ണുകൾ തേങ്ങയ്ക്കുണ്ട്. 3 കണ്ണുള്ള തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ നമുക്ക് കർമ്മസ്വാധീനങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയും. അങ്ങനെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ നമുക്ക് വേഗത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ചതുർത്ഥി തിഥിയിൽ ചന്ദ്രനെ കാണുന്ന പവിത്രമായ ചടങ്ങ് ആളുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. സങ്കഷ്ടി ചതുർത്ഥി നാളിലെ ചന്ദ്രോദയത്തിന് ശേഷമാണ് വ്രതം അവസാനിക്കുന്നത്. നിഷ്ഠയോടെ സങ്കടഹര ചതുർത്ഥി വ്രതം നോൽക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ എളുപ്പം നിറവേറ്റുവാൻ സാധിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നീക്കുന്നതിനും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നതിനും ആഗ്രഹപൂർത്തീകരണത്തിനും സന്തതി പരമ്പരകൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് എനർജികൾ നീക്കം ചെയ്യുന്നതിനും പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും സങ്കടഹര ചതുർത്ഥി വ്രതം ഉത്തമമാണ്. ഗണപതി ഭഗവാനെ ആദരിക്കുന്ന സന്തോഷകരമായ അവസരമാണ് സങ്കടഹര ചതുർത്ഥി. ഓരോ ഹിന്ദു ചാന്ദ്രമാസത്തിലും ക്ഷയിക്കുന്ന ഘട്ടമായ കൃഷ്ണപക്ഷത്തിലെ 4ാമത്തെ ദിവസമാണ് ഈ ദിവസം വരുന്നത്. ഈ ദിവസം ഗണപതി ഭഗവാൻ ഭൂമിയിൽ തൻ്റെ ഭൗതിക സാന്നിധ്യം നൽകുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. സങ്കടഹര ചതുർത്ഥി ദിവസം മഹാദേവൻ ഗണപതി ഭഗവാന് മഹാവിഷ്ണു, ലക്ഷ്മീദേവി, മഹാദേവൻ, പാർവതിദേവി എന്നിവർ ഒഴികെയുള്ള മറ്റെല്ലാ ദൈവങ്ങളെക്കാളും ശ്രേഷ്ഠത പ്രഖ്യാപിച്ചു. 4ാമത്തെ ക്ഷയിച്ചു പോകുന്ന ചന്ദ്രൻ ആത്മീയ പ്രാധാന്യമുള്ള ഒരു അവസരമാണ്. അവിടെ ലഭ്യമായ ഊർജം ഏതൊരു ആരാധനയുടെയും ഫലത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതിനാൽ തടസ്സങ്ങളിൽ നിന്ന് ഫലപ്രദമായ പരിഹാരം ലഭിക്കുന്നതിനായി ഗണേശ ആരാധനയ്ക്കായി സങ്കടഹര ചതുർത്ഥി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു. സങ്കടഹര ചതുർത്ഥി വ്രതം നോൽക്കുന്നവർ പ്രഭാത സ്നാനം നടത്തി വിളക്ക് തെളിയിച്ചതിന് ശേഷം ഗണപതി പ്രീതികരങ്ങളായ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഗണേശ അഷ്ടോത്തര ശതനാമാവലിയും ഗണേശ സഹസ്രനാമങ്ങളും ജപിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി നമ്മിലേക്ക് എത്തുവാൻ സഹായകരമാണ്. കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായി പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടുള്ള ഒരിക്കൽ നോൽക്കാവുന്നതാണ്. ഇതിനൊന്നും സാധിക്കാത്തവർക്ക് അന്നേ ദിവസം നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിവാക്കി വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് നൊയമ്പ് നോൽക്കാവുന്നതാണ്. അന്നേ ദിവസം സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ചന്ദ്രനെ ദർശിച്ചതിന് ശേഷം വ്രതം മുറിക്കാവുന്നതാണ്. സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.